ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഇലച്ചെടികളെയാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്കിവിടെ 4-5 ടൈപ്പ് ഇലച്ചെടികളാണുള്ളത്. ഇത് ചേമ്പില വർഗ്ഗത്തിൽപ്പെട്ട ഇലച്ചെടിയാണ്. ഇതിൻ്റെ കിഴങ്ങ് ചേമ്പിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇലയും ചേമ്പില പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ചേമ്പിലയിൽ വർണ്ണങ്ങൾ വാരി വിതറിയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെറിയ ഐസ്ക്രീം ബോളിനകത്തും ചെറിയ ടിന്നിലും ചെറിയ കവറുകളിലും ഒക്കെ ആയിട്ടാണ് നട്ടിരിക്കുന്നത്. ചേമ്പിലയ്ക്കകത്ത് പല പല വർണ്ണങ്ങളാണ്. ഇത് പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെ. പല പറമ്പുകളിലും വഴിവക്കിലും ഒക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു കിഴങ്ങ് എടുത്തുകൊണ്ട് വന്ന് ചെടിച്ചട്ടിയിലോ കവറിലോ ഒക്കെ ആക്കി നടണം. പറമ്പിൽ നട്ടു കൊടുക്കരുത്. പറമ്പിൽ നട്ടാൽ ഇത് കാട് പോലെ അങ്ങ് ആയിപ്പോകും. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. ഈ ചെടിക്ക് അധികം വെള്ളമൊന്നും വേണ്ട. വളരെ പരിചരണം കുറവായിട്ടുള്ള ഈ ചെടിയെ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറച്ച് വെറൈറ്റികൾ വാങ്ങി നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ഇലകളുള്ള ഇതേ ടൈപ്പ് ചെടികൾ നഴ്സറിയിൽ ഇഷ്ടംപോലെ കിട്ടും. നല്ല ഭംഗിയാണ്. ഏതെന്നേരം എടുത്തുകൊണ്ട് വന്ന് നടണം. ഇത് ആണെങ്കിൽ ബിഗോണിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിനും ധാരാളം വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ പൂക്കളുള്ളതുണ്ട്, പൂക്കളില്ലാത്തതുണ്ട്. അപ്പോൾ ഈ ചേമ്പില ചെടികളിൽ ഇത് ചുമപ്പും പച്ച ഇലയ്ക്കകത്ത് ചുമപ്പും വെള്ളയും ഡോട്ടാണുള്ളത്. ഇതിനകത്ത് വെള്ള ഡോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആണെങ്കിൽ മറ്റൊരു ടൈപ്പ് കുനുകുനാന്ന് വെള്ള ഡോട്ട്. ഇത് നല്ല റോസ് നടുഭാഗത്ത് വരുമ്പോൾ. ഇതാണെങ്കിൽ വെള്ള നടുഭാഗത്തും എല്ലാ ഭാഗത്തും വെള്ള, പച്ചയ്ക്കകത്ത് വെള്ള. അപ്പം അങ്ങനെ പല തരത്തിലാണ് ഈ ചേമ്പില ചെടികൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ കിഴങ്ങെടുത്ത് ഇതുപോലെ മാറ്റി നട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് പീസ് ലില്ലി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ വെള്ളപ്പൂവാണ്, ആന്തൂറിയത്തിൻ്റെ പൂ പോലെയുള്ളത്. അപ്പം നല്ല രസമാണ്. ഇത് പൂ പിടിച്ച് നിൽക്കുന്നതാണ്. കുറേ ദിവസം നിൽക്കും ഒരു പൂ പിടിച്ചാൽ. ഇതിന് ധാരാളം തൈകൾ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ ഞാൻ മാറ്റി നട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എനിക്കൊരു ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.